ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ് ഐഡിയാസ് ഫോർ ഒ ഇ ടി. ബ്രൈറ്റ് ഐഡിയാസ് ഫോർ ഒ ഇ ടിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റിങ്ങിനുള്ള ഡിഫറെൻറ്റ് ഇൻട്രൊഡക്ഷൻസ് ആണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ ഫുള്ള് കാണണം. അത്രയും യൂസ്ഫുൾ ആവുന്ന ഇൻട്രൊഡക്ഷൻസ് ആണ്. ഈ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിങ്ങിന് കേസ് നോട്ട് കിട്ടുമ്പോൾ ഇൻട്രൊഡക്ഷൻസ് പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഞാനും ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഒത്തിരി ഇൻട്രൊഡക്ഷൻസിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനൊക്കെ കണ്ടു പഠിച്ചു. പിന്നെ ഓരോ കാര്യങ്ങളുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ കണ്ടുപഠിച്ച് യൂസ്ഫുൾ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനും റൈറ്റിങ് ക്രാക്ക് ചെയ്തത്. അപ്പം ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഈ ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇൻട്രൊഡക്ഷൻ നമുക്ക് എങ്ങനെ നന്നായിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കുന്നത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കണം, മറന്നു പോകരുത് ലൈക്ക് അടിക്കാൻ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെർബ്സ് കിട്ടും നമ്മുടെ റൈറ്റിങ്ങിൻ്റെ ടാസ്കിൽ. നമുക്ക് 3 ടൈപ്പ് ഓഫ് ലെറ്റർ ഉള്ളത്: ഡിസ്ചാർജ് ലെറ്റർ, ട്രാൻസ്ഫർ ലെറ്റർ, പിന്നെ നമ്മൾ കണ്ടിന്യൂയിങ് കെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലെറ്റർ വരും. പിന്നെ നമ്മുടെ കെയർ ഹോം തന്നെ തിരിച്ചു പോകുന്ന ലെറ്റർ ഉണ്ടാവും. അതായത് ഒരു പേഷ്യൻ്റ് ഒരു ഹോമിൽ നിന്ന് വന്നു, അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ട്രാൻസ്ഫർ ബാക്ക് ലെറ്റർ ഉണ്ടാവും. പിന്നെ എന്നാ ഓൺ ഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ടിനുള്ള ലെറ്റർ ഉണ്ടാവും. അങ്ങനെ ട്രാൻസ്ഫർ ലെറ്റർ, ഡിസ്ചാർജ് ലെറ്റർ, അങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ നമുക്കുണ്ടാവും. ഓക്കെ, സോ ഈ ട്രാൻസ്ഫർ ലെറ്ററും ഡിസ്ചാർജ് ലെറ്ററൊക്കെയാണ് ക്വൈറ്റ് കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന വെർബ്സ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും, ഡിസ്ചാർജ് ഉണ്ടാവും, ആക്സെപ്റ്റ് ഉണ്ടാവും, പിന്നെ എന്നാ റിക്വസ്റ്റ് ഉണ്ടാവും, പ്രൊവൈഡ് ഉണ്ടാവും, റെക്കമെൻഡ് ഉണ്ടാവും, അപ്ഡേറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്ന വെർബ്സ് ആണ്. അതായത് വെർബ്സ് എന്ന് മീൻസ് നമുക്ക് അത് ചെയ്യാനുള്ളത് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ നമുക്ക് തരുന്നതാണ്. അപ്പം അത് നോക്കി വേണം നമ്മൾ ലെറ്റർ എഴുതാൻ. നമ്മളെപ്പോഴും ഇൻട്രൊഡക്ഷൻ എഴുതുമ്പം എപ്പോഴും നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് ക്വസ്റ്റ്യനിൽ എന്താണോ വേർഡ് തന്നേക്കുന്നത്, റഫറാണോ, ട്രാൻസ്ഫർ ആണോ, ഡിസ്ചാർജ് ആണോ, ആ വേർഡ് തന്നെ ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ അത് റീഡർ അപ്പാരൻ്റ് ആയിട്ട് വരും. അത് പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ ആ ഇൻട്രൊഡക്ഷൻ വരും. ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു പാട്ടെന്ന് പറയുന്നത്. അത് നല്ല ക്ലിയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് എഴുതാൻ പറ്റും, ലെറ്റർ നല്ലപോലെ ഓർഗനൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ കേസ് നോട്ട് കിട്ടുമ്പോൾ, നിങ്ങൾക്ക് കിട്ടുന്ന കേസ് നോട്ട് ഇതുപോലെയുള്ള കേസ് നോട്ടാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് പഠിച്ചു വെച്ച് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിങ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഈസി ആയിട്ട് തോന്നും. പിന്നെ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ജനറൽ സ്റ്റൈലും ലേഔട്ടും ഓർഗനൈസേഷനും ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ റൈറ്റിംഗ് പാസ്സാവും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. സോ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ്. പേഷ്യൻ്റെ പേര് എഴുതുക, അത് മിസ്റ്റർ ജോസഫോ. ആക്ച്വലി എപ്പോഴും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതുമ്പോൾ ഫുൾ നെയിം എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റേ സെക്കൻഡ് നെയിം എഴുതിയാലും മതിയായിരിക്കും. പക്ഷേ ഇൻട്രൊഡക്ഷനിൽ എപ്പോഴും ഫുൾ നെയിമാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറയുന്നു, താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മിസ്റ്റർ അലക്സ് ജോൺ ഇൻ ടു യുവർ കെയർ for the regular monitoring of his diabetes and encouragement to comply with his medication and dietary regimens. അപ്പോൾ നിങ്ങൾ എഴുതിയെടുത്ത് വെക്കണം. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ ആ പേഷ്യൻറ്റിന് വേണ്ടത്, നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് റെഗുലർ ബ്ലഡ് ഷുഗർ മോണിറ്ററിങ് വേണം. കാരണം അയാൾ ഡയബറ്റിക് ആണ്. അപ്പോൾ പിന്നെ ആൾ നോൺ കോംപ്ലൈൻറ്റ് വിത്ത് ഹിസ് മെഡിക്കേഷൻ ആണ്. അപ്പോൾ നീഡ് എൻകറേജ്മെൻറ്റ് ടു കോംപ്ലൈറ്റ് വിത്ത് ഹിസ് മെഡിക്കേഷൻ ആൻഡ് ഡയറ്ററി റെജിമെൻറ്റ്സ്. സോ ഹീ ഈസ് നോൺ കോംപ്ലൈൻറ്റ് വിത്ത് his medications and dietary regimens. So he need regular monitoring of his blood sugar level and as well as encouragement to comply with his medication and dietary regimens. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് ലെറ്റർ കിട്ടുവാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഭയങ്കര ക്ലാരിറ്റി തരുന്നൊരു ഇൻട്രൊഡക്ഷനാണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലായി പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്. പേഷ്യൻ്റ് എന്താണ് വേണ്ടത്? ബ്ലഡ് ഷുഗർ മോണിറ്ററിങ്ങും എൻകറേജ്മെൻറ്റും ടു കോംപ്ലൈ വിത്ത് ഹിസ് മെഡിക്കേഷൻ ആൻഡ് ഡയറ്റ് റെജിമെൻറ്റ്സ്. അടുത്ത എന്ന് പറയുന്നത് താങ്ക് യു ഫോർ സീയിങ്. ഓക്കെ, മിസ്സിസ് ആരെങ്കിലും അല്ലെങ്കിൽ മിസ്റ്റർ അലക്സ് ജോൺ, എ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് എന്നൊന്നും എഴുതണമെന്നില്ല. പേഷ്യൻ്റ് എന്നുള്ളത് എഴുതാത്തതാണ് കുറച്ചുകൂടെ നല്ലത്. എ ടൈപ്പ് 2 ഡയബറ്റിക് for further management of his blood sugar levels. So thank you for seeing Mr. Alex John, a type 2 diabetic, for further management of his blood sugar levels. അപ്പോൾ പങ്ക്ച്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കൊമ വരുന്നുണ്ട്. ഓക്കെ, ആദ്യം അയാളുടെ പേര് കഴിഞ്ഞിട്ട് കൊമ വരുന്നുണ്ട്, പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തൊരു കൊമ വരുന്നുണ്ട്. അപ്പോൾ പങ്ക്ച്വേഷൻ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്, പങ്ക്ച്വേഷന് മാർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അയാൾക്ക് ടൈപ്പ് 2 ഡയബറ്റിക് ആണ്, അയാൾക്ക് ഫർദർ മാനേജ്മെൻറ്റ് വേണം. എന്തിന്? അയാളുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫർദർ മാനേജ്മെൻറ്റ് വേണം. അപ്പോൾ താങ്ക് യു ഫോർ സീയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ റെഫർ ചെയ്യുവാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ താങ്ക് യു പറയുവാണ്, അവരോട് നന്ദി അറിയിക്കുകയാണ് ആ പേഷ്യനെ നോക്കുന്നതിനുള്ളത്. സോ അത് നമ്മൾ ഒരു റെഫറൽ ലെറ്ററാണ് നമുക്ക്, പേഷ്യനെ നമ്മൾ വേറെ ആൾക്ക് റെഫർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻ്റ് പേര് വെച്ച് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പേഷ്യൻ്റ് അലക്സ് ജോൺ ആണെങ്കിൽ മിസ്റ്റർ അലക്സ് ജോൺ ഹാസ് ബീൻ എ പേഷ്യൻറ്റ് അറ്റ് ദിസ് ഹോസ്പിറ്റൽ ഫോർ ദി പാസ്റ്റ് 5 weeks ആൻഡ് വിൽ ബി ഡിസ്ചാർജ് ടുമാറോ. ഇനി നമുക്ക് അയാൾക്ക് എന്ത് വേണമെന്ന് എഴുതാം. അപ്പോൾ ഇതൊരു ഡിസ്ചാർജ് ലെറ്ററാണ്. ഓക്കെ, സോ ഈ പേഷ്യൻറ്റ് 5 weeks ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഹി റിക്വയേഴ്സ് യുവർ ഓൺ ഗോയിങ് സപ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ഹിസ് റീഹാബിലിറ്റേഷൻ. സോ പേഷ്യൻറ്റിനെ നമ്മൾ റീഹാബിലിറ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഓക്കെ, നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് റീഹാബിലിറ്റേഷനിലോട്ട് കൊടുക്കുവാണ്. സോ നമ്മൾ ആ പേഷ്യൻ്റെ പേര് പറയുന്നു. അപ്പോൾ നമ്മൾ ഹാസ് ബീൻ എ പേഷ്യൻ്റ് അറ്റ് ദിസ് ഹോസ്പിറ്റൽ, ആ പേഷ്യൻ്റ് ഇപ്പോഴും നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് തന്നെയാണത്. അപ്പോൾ ഹാസ് ബീൻ എ പേഷ്യൻ്റ് അറ്റ് ദിസ് ഹോസ്പിറ്റൽ ഫോർ ഫാസ്റ്റ് 5 weeks ആൻഡ് വിൽ ബി ഡിസ്ചാർജ് ടുമാറോ. ഇത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ഹി റിക്വയേഴ്സ് യുവർ ഓൺ ഗോയിങ് സപ്പോർട്ട് ആൻഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ യുവർ ഓൺ ഗോയിങ് സപ്പോർട്ട് ആൻഡ് മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ഹിസ് റീഹാബിലിറ്റേഷൻ. സോ നമുക്ക് ക്ലിയർ ആണ് പേഷ്യൻ്റ് ഈസ് ഗോയിങ് ഫോർ എ റീഹാബിലിറ്റേഷൻ. പേഷ്യൻ്റ് എന്താ വേണ്ടത്? ഓൺ ഗോയിങ് സപ്പോർട്ട് ആൻഡ് മാനേജ്മെൻറ്റ് ആണ്. റീഹാബിലിറ്റേഷൻ നമ്മളെപ്പോഴും സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ പേഷ്യൻ്റ് അതാണ് വേണ്ടത്. പേഷ്യൻ്റ് ഈസ് ഗെറ്റിംഗ് ഡിസ്ചാർജ്ഡ്. ഈ ഇൻട്രൊഡക്ഷൻ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. പേഷ്യൻ്റ് ഈസ് ഓൾറെഡി അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു എ റീഹാബിലിറ്റേഷൻ സെൻറ്റർ വേർ ഹി നീഡ് എ ഓൺഗോയിങ് മാനേജ്മെൻറ്റ്, ഓൺഗോയിങ് സപ്പോർട്ട് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ ഹിസ് റീഹാബിലിറ്റേഷൻ കെയർ. അത്രേ ഉള്ളൂ, നമുക്കിത് ക്ലിയർ ആണ് ഇതിനകത്ത് നിന്ന്. സോ നമുക്ക് ഈസിയാണ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ. ഇത് കുറേ ഇൻട്രൊഡക്ഷൻസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാവും ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രൊഡക്ഷൻ നോക്കാം. ഐ ആം റൈറ്റിംഗ് ടു ഡിസ്ചാർജ്. നമുക്ക് ഐ ആം റൈറ്റിംഗ് വെച്ച് എഴുതാം, താങ്ക് യു ഫോർ സീയിങ് വെച്ച് എഴുതാം, പേഷ്യൻ്റെ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണേലും ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ അവർ പറയുന്നില്ല, ഇന്ന ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ എഴുതണം, ഈ ഒരു മെത്തേഡിൽ എഴുതണം എന്നൊന്നും അവർ പറയുന്നില്ല. പർപ്പസ് ഓറിയൻറ്റഡ് ആയിരിക്കണം, ഈസിലി അപ്പറൻറ്റ് ടു ദ റീഡർ ആയിരിക്കണം, അത്രേ അവർ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഐ ആം റൈറ്റിംഗ് ടു ഡിസ്ചാർജ് മിസ്റ്റർ അലക്സ് ജോൺ who was admitted May 24 due to urinary tract infection with disorientation and following a fall, he requires your continued care of management. Okay, so ഇവിടെ നമ്മൾ continued care and management ആണ് ചോദിക്കുന്നത്. He requires continuity of care and management. Okay, so ഇതിൽ പറയുന്നത് I am writing to discharge Alex John, who was admitted, അതായത് who was admitted May 24, 2025 അല്ലെങ്കിൽ 2023 due to urinary tract infection with disorientation. അതായത് urinary tract infection associated disorientation ആയിട്ട് അഡ്മിറ്റ് ആയത്, ഫോളോയിങ് എ ഫോൾ. ഓക്കെ, സോ ഫോളോയിങ് എ ഫോൾ ആണ്, ഫോളും ഉണ്ടായിരുന്നു ഈ പേഷ്യൻറ്റിന്. സോ ഹി റിക്വയർസ് കണ്ടിന്യൂഡ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഇത് നമ്മളൊരു പേഷ്യൻറ്റിനെ ഒരു ഡിസ്ചാർജ് ലെറ്ററാണ് നമ്മളിത് എഴുതുന്നത്. ഓക്കെ, സോ ഇനി അടുത്തൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അത് പേര് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ്റ്റർ ജോസഫ് റിക്വയേഴ്സ് യുവർ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഫോർ ഹിസ് ഓൺഗോയിങ് ഡിഫിക്കൽട്ടീസ് വിത്ത് മൊബിലിറ്റി ഫോളോയിങ് റീസെൻറ്റ് സർജറി. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല ക്ലിയർ ആണ്. മിസ്റ്റർ അലക്സ് ജോസഫ് റിക്വയേഴ്സ് യുവർ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ഫോർ ഹിസ് ഓൺഗോയിങ് ഡിഫിക്കൽട്ടീസ്
വിത്ത് മൊബിലിറ്റി. അപ്പോൾ അയാൾക്ക് ഓൺഗോയിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ട് വിത്ത് മൊബിലിറ്റി ഫോളോയിങ് എ റീസെൻറ്റ് സർജറി. സോ he already had a recent surgery. So now he is having difficulty with his mobility. So he need assistance for that. That's why we are referring him to that professional. Okay. So it could be a physiotherapist or it could be a occupational therapist. So definitely it should be a physiotherapist. So he can assist the patient for um, mobilizing himself. So he can give support to that patient to get mobilized because he had a recent surgery. So definitely patient need a support for um, the mobility. Okay. So നിങ്ങൾക്ക് ആ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കാം, ഇതും ഐ ആം റൈറ്റിംഗ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ആം റൈറ്റിംഗ് ടു റഫർ മിസ്റ്റർ അലക്സ് ജോൺ who requires ongoing care and support following the initial treatment for uncontrolled hypertension. He is ready to be discharged today. So ഈ ലെറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഐ ആം റൈറ്റിംഗ് ടു റഫർ, നമ്മൾ അയാളെ റഫർ ചെയ്യുവാണ്. ആരെ? അലക്സ് ജോണിനെ. ഹൂ റിക്വയേഴ്സ് ഓൺഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ട്. സോ അയാൾക്ക് വേണ്ടത് ഓൺഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ടാണ്. അപ്പം അയാളുടെ എന്തായിരുന്നു അയാളുടെ പ്രശ്നം? ഫോളോയിങ് എ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ. സോ അയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ ആണ്. സോ അതിന് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ നൗ ഹീ ഈസ് റെഡി ടു ബി ഡിസ്ചാർജ്ഡ് ബട്ട് ഹീ നീഡ് ഓൺഗോയിങ് സപ്പോർട്ട് ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ്. ദാറ്റ്സ് വൈ വി ആർ റെഫറിങ് ഹിം ടു ദ പേഴ്സൺ. That's why we are referring that patient to the reader. Okay, so the reader has got a clear idea that what he needs to do when he read this introduction. So നമ്മൾ അപ്പോൾ ക്ലിയർലി ആ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണ് അവിടെ. ഓക്കെ, നമ്മളാണ് എഴുതുന്നത് പേഷ്യൻറ്റിനെ. വി ആർ റൈറ്റിംഗ് ടു റെഫർ ആണ്. ആരെ? അലക്സ് ജോണിനെ. ബിക്കോസ് ഹി റിക്വയർസ് ഓൺ ഗോയിങ് കെയർ ആൻഡ് സപ്പോർട്ട് ഫോളോയിങ് ദ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ അൺകൺട്രോൾഡ് ഹൈപ്പർടെൻഷൻ. he is ready to be discharged today. ഓക്കെ, അപ്പം ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇൻട്രൊഡക്ഷൻ നോക്കാം. ഞാൻ കുറേ ഇൻട്രൊഡക്ഷൻ എക്സാമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് നിങ്ങൾ എഴുതി പഠിക്കണം. ഡിഫറെൻറ്റ് ഇൻട്രൊഡക്ഷൻസ് എഴുതി പഠിക്കണം. കാരണം അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിങ്ങിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. സോ നിങ്ങൾ ജനറൽ സ്റ്റൈലും ഓർഗനൈസേഷനും ഇൻട്രൊഡക്ഷനും സൈനിങ് ഔട്ടും എല്ലാം ക്ലിയർ ആയിട്ട് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റൈറ്റിംഗ് പാസ്സാകാൻ പറ്റും. ഓക്കെ, ആർക്കും ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക് അല്ല ഇത്. നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡൊന്ന് മാറ്റിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്തൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇതും ഐ ആം റൈറ്റിംഗ് വെച്ചാണ്. സോ ഐ ആം റൈറ്റിംഗ് വെച്ച് പല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഐ ആം റൈറ്റിംഗ് ടു റെഫർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ് ഫോർ മിസ്റ്റർ അലക്സ് ജോൺ who has been recovering from nephritis. So he already admitted with nephritis and it's an ongoing one. So he has been recovering now, but he still has got that. It's not completely recovered. Okay, so he still has got that nephritis. He requires continuous care and follow-up management from your facility following his discharge today. So which means he is getting discharged today. He has got a nephritis and it's not fully recovered. So he is getting discharged today. So he requires continuous care and follow-up management from the person, from that facility. So we are referring him to there. So നമ്മുടെ ഇപ്പോൾ റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എന്ന് എഴുതിയില്ലേ, അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് ടാസ്കിലെ വെർബ് ചിലപ്പോൾ റിക്വസ്റ്റ് എന്നായിരിക്കും, അക്സെപ്റ്റ് എന്നായിരിക്കും, ട്രാൻസ്ഫർ എന്നായിരിക്കും. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്താണോ നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്കിൽ എഴുതിയേക്കുന്ന ആ ഒരു വെർബ് അത് ഇൻട്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ നല്ല ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ ഇനി അടുത്തൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്. ഐ ആം റൈറ്റിംഗ് ടു റെഫർ. ഇതൊരു റെഫർ ലെറ്റർ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ടൈപ്പ് ഓഫ് ലെറ്റർ എല്ലാം റെഫറും ഡിസ്ചാർജ് ലെറ്ററും ഒക്കെ ആയിരിക്കും. പക്ഷേ എപ്പോഴും ഇൻട്രൊഡക്ഷനിൽ, അതായത് റൈറ്റിംഗ് ടാസ്കിലുള്ള ആ വെർബ് നമ്മുടെ ഇൻട്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിരിക്കും. ഓക്കെ, നല്ലൊരു ലെറ്റർ ആയിട്ടത് മാറും. ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ അലക്സ് ജോൺ ഹു ഹാസ് ന്യൂമോണിയ requires further care and management from your facility. So which means patient is diagnosed with pneumonia. So he need further care and management from that facility. That's why we are referring him. So it's a simple introduction. We are writing to refer him to a facility where he can get further management and care for
his ongoing issue. So നമുക്ക് അതൊരു സിമ്പിൾ ഇൻട്രൊഡക്ഷനാണ് കേട്ടോ. 2 ലൈനിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഞാനതൊന്നും സബ് ടൈറ്റിൽസ് തന്നിട്ട് ഇടുന്നില്ല, അതിനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ചിലപ്പോൾ അതൊക്കെ ചെയ്യുമായിരിക്കും, ബട്ട് ഇപ്പം എനിക്ക് സത്യമായിട്ട് എനിക്ക് സമയമില്ല. ഇപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പം കുളിച്ചു പോലുമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് റൈറ്റിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എക്സാം എഴുതുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയോട്ടെ എന്ന് പറഞ്ഞ് ഇടുന്ന കേട്ടോ. സോ അടുത്തത് താങ്ക് യു ഫോർ സീയിങ് ഒരു ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. താങ്ക് യു ഫോർ സീയിങ് ഓർ അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റിംഗ്. ഓക്കെ, നമ്മളൊരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് എഴുതാം താങ്ക് യു ഫോർ സീയിങ്, അല്ലെങ്കിൽ താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മിസ്റ്റർ അലക്സ് ജോൺ ഹു ഹാസ് ന്യൂമോണിയ, അല്ലെങ്കിൽ ഹു ഹാസ് നെഫ്രൈറ്റിസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ what diagnosis he has got. Okay, so he requires further care and management from your facility. It's a ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പ്രീവിയസ് ഇൻട്രൊഡക്ഷനായിട്ടുള്ള വരുന്ന അതൊരു വേറെ ടൈപ്പിൽ എഴുതാൻ പറ്റുന്ന ഒരു അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഈ ടൈപ്പിൽ നമുക്ക് എഴുതാം. താങ്ക് യു ഫോർ സീയിങ് ഓർ അക്സെപ്റ്റിംഗ് മിസ്റ്റർ അലക്സ് ജോൺ ഹു ഹാസ് അല്ലെങ്കിൽ ഹു ഈസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ. ഹി റിക്വയേഴ്സ് ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം യുവർ ഫെസിലിറ്റി. സോ നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻ്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ലെറ്റർ എഴുതുക. അടുത്തത് ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ അലക്സ് ജോൺ ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ന്യൂമോണിയ. സോ this is not a confirmed case. We are suspecting that he has got a pneumonia, but it's not been confirmed yet. അപ്പം ഇതൊരു സസ്പെക്റ്റഡ് കേസാണ്. സോ വാട്ട് he need urgent admission and immediate intervention because it's a suspected case. Maybe he's been experiencing signs and symptoms, but the diagnosis is not confirmed yet. സോ നമ്മൾ എന്താ എഴുതുന്നത്, നമ്മൾ അയാളെ റെഫർ ചെയ്യുകയാണ്. മേ ബി നമ്മളടുത്ത് വന്ന ഒരു പേഷ്യൻ്റ് ക്ലിനിക്കിൽ എവിടെയെങ്കിലും വന്നായിരിക്കും, നമ്മൾ റെഫർ ചെയ്യുകയാണ്. സോ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ അലക്സ് ജോൺ ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ന്യൂമോണിയ. He requires urgent admission and immediate intervention. സോ നമ്മൾ റെഫർ ചെയ്യുന്ന ആ പേഷ്യൻറ്റിന് നമ്മൾ ന്യൂമോണിയാണ്, നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തായിരിക്കും. നമ്മൾ സസ്പെക്ട് ചെയ്യുന്നാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി നഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ന്യൂമോണിയ ആയിരിക്കും. അപ്പോൾ ആ പേഷ്യൻ്റ് എന്നാ വേണ്ടത്, അർജൻറ്റ് അഡ്മിഷനും ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷനും വേണം. ഓക്കെ, ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് എ ന്യൂമോണിയ ഹി നീഡ് എൻ അർജൻറ്റ് ട്രീറ്റ്മെൻറ്റ് ടു ഗെറ്റ് ഹിം ബാക്ക് ടു നോർമൽ. ഓക്കെ, സോ അത് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനി അടുത്ത ഒരു ഇൻട്രൊഡക്ഷനാണ് I am writing regarding the transfer of Mr. Joseph, who is recovering from hip replacement surgery. He requires ongoing care and management. ഇതൊരു ട്രാൻസ്ഫർ ലെറ്റർ ആണ്. ഓക്കെ, സോ മിസ്റ്റർ അലക്സ് ജോസഫ് അല്ലെങ്കിൽ അലക്സ് ജോൺസൺ ആരെങ്കിലും ആണെങ്കിലും he is recovering from a hip replacement surgery, which means he already had a hip replacement surgery. He is recovering from that. He requires ongoing care and management. So patient is already had a surgery and he is getting transferred to a different facility. So he need ongoing care and management from that facility. So അതാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ലെറ്ററിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെയും കൺസൈസ്ഡ് ആണ് ലെറ്റർ. ഇൻട്രൊഡക്ഷൻ നല്ല ക്ലിയർ ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയേക്കുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ അലക്സ് ജോൺ ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ന്യൂമോണിയ റിക്വയേഴ്സ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സസ്പെക്റ്റഡ് ഇമ്മീഡിയറ്റ് അഡ്മിഷനും ട്രീറ്റ്മെൻറ്റും ആണ്. ഇതിൽ പറയുന്നത് സെയിം ആണ്. ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ അലക്സ് ജോൺ ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ന്യൂമോണിയ. ഹി റിക്വയേഴ്സ് എന്താ വേണ്ടത്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. സോ നമ്മുടെ ലെറ്ററിൽ റൈറ്റിംഗ് ടാസ്കിൽ അങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ഇവാലുവേഷൻ, മാനേജ്മെൻറ്റ്. സോ ആ വേർഡ് തന്നെ എഴുതിയിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് ശ്രമിക്കണം. അതാണ് എപ്പോഴും നല്ലത് നമുക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ലെറ്ററിൻ്റെ ടാസ്ക് എന്താണോ അത് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ നല്ലതായിട്ട് മാറും. ഇനി നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൂടെ നോക്കാം. അത് താങ്ക് യു ഫോർ സീയിങ് ആണ്. അത് താങ്ക് യു ഫോർ സീയിങ്ങോ താങ്ക് യു ഫോർ അക്സെപ്റ്റിങ്ങോ നമുക്ക് എടുക്കാം. മിസ്റ്റർ അലക്സ് ജോൺ ഹു ഹാസ് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ. He requires expertized care and management. So here we are referring a patient who has uncontrolled hypertension. So he requires expertized care and management, which means we tried to manage his hypertension, we couldn't do it. So he needed expertized care and management to control his hypertension. That's why we are referring him to a different facility. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഇൻട്രൊഡക്ഷൻ
എങ്ങനെയാണെന്നുള്ളത്. സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് നോക്കി, ഐ ആം റൈറ്റിംഗ് നോക്കി, താങ്ക് യു ഫോർ സീയിങ് നോക്കി, താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് നോക്കി, പേഷ്യൻ്റെ പേര് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി. ഇങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഇതിലും നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം. ഓക്കെ, മുമ്പൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പം പേഷ്യൻ്റെ ഏജ്, അതായത് ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ അലക്സ് ജോൺസൺ ഹൂ ഈസ് 59 years old, അതൊന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം നമ്മൾ മേളിൽ പേഷ്യൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ റീഡർക്ക് അത് മനസ്സിലാവും. പിന്നെ നമ്മൾ ആ പേഷ്യൻ്റെ ഏജ് എഴുതി നമ്മുടെ ലെറ്റർ ലെങ്തി ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ കൺസൈസ് ചെയ്ത് ഷോർട്ടായിട്ട് റീഡർക്ക് എന്താണോ അറിയേണ്ടത് അത് മാത്രം മെൻഷൻ ചെയ്താൽ പർപ്പസ് ക്ലിയർ ആവും. കാരണം നമ്മുടെ റീഡർ, നമ്മൾക്കിപ്പോൾ ഒരാൾ ഒരു ലെറ്റർ അയക്കുകയാണ്, അത് വായിക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം അല്ലേ. അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് ലോങ് ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. സോ നമുക്ക് ആ റീഡറെ കൺഫ്യൂസ്ഡ് ആക്കാതെ ലെറ്ററിൽ പേഷ്യൻ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവർക്ക് എന്തൊക്കെ ഹിസ്റ്ററി വേണം അത് മാത്രം എഴുതിയാൽ മതി. ഇറലവൻ്റ് ഇൻഫർമേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് കൗണ്ട് കൂടും. സോ നമ്മുടെ അസസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും വി ഹാവ് ഓൾറെഡി ആഡഡ് ഇറലവൻറ്റ് ഇൻഫർമേഷൻ ടു ദിസ് ലെറ്റർ. അവർക്കത് മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കോർ പോകും. ഓക്കെ, റിലവൻറ്റ് ഇൻഫർമേഷൻ അവരൊരു നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നുന്ന ഇൻഫർമേഷൻ അതിനകത്ത് ആഡ് ചെയ്യുക. നല്ല ഇൻട്രൊഡക്ഷൻ എഴുതുക, നല്ല ലേ ഔട്ട്, ജനറൽ സ്റ്റൈല്, നല്ല ഹാൻഡ് റൈറ്റിങ്. അതിൻ്റെ അർത്ഥം ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ലാത്തവർക്ക് റൈറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല. നമ്മൾ എഴുതിയിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ വായിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് വായിക്കാൻ പറ്റണം. ഓക്കെ, ഞാനൊക്കെ എഴുതുമ്പോൾ എൻ്റെ ആറിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എഴുതി പേപ്പറിൽ എഴുതി എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാക്കുമായിരുന്നു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണാൻ നല്ല വൃത്തിയാണ്, പക്ഷേ വേറെ ആൾ വായിക്കുമ്പോണ്ടല്ലോ എൻ്റെ ചില സ്പെല്ലിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ഞാൻ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ ശരിയാക്കിയായിരുന്നു. നിങ്ങളും ഇതുപോലെ ഞാൻ പറഞ്ഞ പേപ്പറിൽ തന്നെ, എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പേപ്പറിൽ തന്നെ നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ യൂസ്ഫുൾ ഫ്രേസസും ഇൻട്രൊഡക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് റൈറ്റിംഗിൻ്റെ ലെറ്റർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലെറ്റർ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും നമുക്ക് ഓബ്വിയസ്ലി നമുക്ക് സെൻറ്റൻസിൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വേറൊരാളുടെ മിസ്റ്റേക്ക് വേഗം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ലെറ്റർ എഴുതുക, നിങ്ങൾ തന്നെ വായിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ലെറ്റർ കീപ്സ് റീഡിങ് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് എവറി ഡേ. ഓക്കെ, പലരും എഴുതുന്ന പലരുടെയും സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വായിക്കുക, ലെറ്റർ എക്സ്ചേഞ്ച് ചെയ്ത് വായിക്കുക. അതാണ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ലെറ്റർ എല്ലാവരും എഴുതുക, എക്സ്ചേഞ്ച് ചെയ്ത് വായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യുക. വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ഗ്രൂപ്പ്സ് നൗ എ ഡേയ്സ് അല്ലേ. നമുക്ക് OETQ ഗ്രൂപ്പ്സ് ഉണ്ട്, പല ഗ്രൂപ്പ്സ് ഉണ്ട്. സോ എല്ലാ ഗ്രൂപ്പ്സിലും ഇൻവോൾവ് ആവുക. ബട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൾവേസ് ദെയർ. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ തന്നെ ചാറ്റ് ചെയ്ത് ടൈം കളയരുത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിൽ ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ്ഫുൾ ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ യൂസ്ഫുള്ളായ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ക്ലാസ് എടുക്കാമോ എന്ന്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ NHSP ഷിഫ്റ്റും കൂടെ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ നോർമൽ ഡ്യൂട്ടി അല്ല, 3 days in a week അല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 6 days in a week ഞാൻ വർക്ക് ചെയ്യും. ഓൺലി 1 day ഐ എം ടേക്കിംഗ് റെസ്റ്റ്. ബിക്കോസ് നമുക്ക് പൈസ വേണമല്ലോ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഈ സമയങ്ങളിലാണ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേരത്തെയൊക്കെ കണ്ടിന്യൂസ് വീഡിയോസ് ഇല്ലാതിരുന്നത്. പക്ഷേ ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. സോ ഇന്നലെ റൈറ്റിങ്ങിൻ്റെ ഒരു ഫുള്ള് ജനറൽ ഒരു ഐഡിയ ആണ് ഞാൻ തന്നത്. ഇന്നിപ്പം ഇൻട്രൊഡക്ഷൻ, ഇനി ഞാൻ അങ്ങോട്ട് യൂസ്ഫുൾ സെൻറ്റൻസസ് ഇടും റൈറ്റിങ്ങിന്, അതുപോലെ സ്പീക്കിങ്ങിനും യൂസ്ഫുൾ ഫ്രേസസ് ഇടും. പിന്നെ എന്താണ് കോമൺ ലേണിംഗ് വേർഡ്സ് ഇടാനുണ്ട്. പിന്നെ എനിക്ക് സിനോണിംസും വൊക്കാബുലറീസൊക്കെ ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യണം. സോ എൻ്റെ വീഡിയോ കാണുന്നവർ OET പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ യൂസ്ഫുൾ. ഓക്കെ, ഞാൻ എങ്ങനെയാണോ സെൽഫ് പ്രാക്ടീസ് ചെയ്തത്, ഞാൻ സെൽഫ് പ്രാക്ടീസ് ചെയ്ത ആളാണ്, അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. സോ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്കും കൂടെ OETയിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. അതിനുള്ള സപ്പോർട്ട് എനിക്ക് തരാൻ പറ്റും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. സോ ഇത്രയും ദിവസത്തെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന്, എൻ്റെ റെഗുലർ വ്യൂവേഴ്സിന് എൻ്റെ ഒത്തിരി നന്ദിയും സ്നേഹവും. ഓക്കെ,
സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.